എല്ലാവർക്കും നമസ്കാരം. നമുക്കൊരു താള് കറി ഉണ്ടാക്കിയാലോ? ഇത് കാട്ടുതാളാണ് കേട്ടോ. നമ്മുടെ കാട്ടുപ്രദേശത്തൊക്കെ കാണുന്ന താളാണ്. ഇത് ഈ പറമ്പിക്കറിയൊക്കെ തനിയെ മുളച്ച് വന്നില്ലേ, റോഡ് സൈഡ് വഴിയൊക്കെ. ആ താളിനെ ഞാനിത് ഈ വലിപ്പത്തിലാക്കി എടുത്തേക്കണതാണ് കേട്ടോ. ഈ വലിപ്പത്തിൽ ആക്കി എടുത്തേക്കണതാണ്. അതിന് ആവശ്യമായ സാധനങ്ങൾ, നമുക്ക് താള് ഇതുപോലെ പീസാക്കി എടുക്കുക. പിന്നെ കാന്താരി മുളക് വേണം, മഞ്ഞൾപ്പൊടി വേണം, കുറച്ച് പേരിലൊരു മല്ലിപ്പൊടി വേണം, പിന്നെ പാകത്തിന് ഉപ്പ്, പിന്നെ കുടംപുളി ഒരു 2 ചെറിയ കുടംപുളി മതിയാവും. കണ്ടമാനം പുളി ആവശ്യമില്ലല്ലോ. അപ്പോൾ ചെറിയൊരു പുളി കിട്ടണം. എന്നുവെച്ചാൽ പുളി ഉണ്ടെങ്കിൽ ചൊറിച്ചിലുണ്ടാവില്ല. ചൊറിയാതിരിക്കാനാണ് കൂടുതലും പുളി ഇടണത് നമ്മൾ. പിന്നെ കാന്താരി മുളകാണ് കേട്ടോ അതിൻ്റെ ഹൈലൈറ്റ്സ്. കാന്താരി മുളക് ഇട്ടാൽ അതിന് പ്രത്യേക രുചി, മറ്റേ മുളക് ഇട്ടാൽ രുചി കിട്ടില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂമ്പ് തണ്ടാട്ടോ എല്ലാം എടുത്തേക്കണത്. കൂമ്പ് തണ്ടെന്ന് വെച്ചാൽ നടുക്ക് പൊങ്ങി വന്ന തണ്ടുണ്ടല്ലോ, അതിൻ്റെ ഇല വിരിയണേ മുമ്പുള്ള തണ്ടുകളൊക്കെ ഉണ്ടല്ലോ, ആ തണ്ട് നമുക്കെടുക്കാം. പിന്നെ ഇങ്ങനെ ആദ്യത്തെ ഇല വിരിഞ്ഞിട്ട് ആ ഇല എടുക്കണ്ട, ആ തണ്ട് നല്ല കിളുന്ത് തണ്ടായിരിക്കും. ഈ കർക്കിടക മാസത്തിലാണത് ഈ കാട്ടുതാള് ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നുവെച്ചാൽ ആ സമയത്ത് അതിനകത്ത് നല്ല നെയ്യുണ്ട്. നെയ്യിന് നല്ല രുചിയാണ്. ആ സമയത്ത് എല്ലാവരും താള് കറി കൂട്ടുന്നത് നല്ലതാണ്. താളിനകത്ത് സ്വർണ്ണത്തിൻ്റെ അംശം ഉണ്ടെന്നാണ് പറയണത്. അതുകൊണ്ട് നമ്മൾ കഴിക്കണത് വളരെ നല്ലതാണ്. പണ്ടൊക്കെ അത് പറഞ്ഞായിരുന്നു എന്നെയൊക്കെ കഴിപ്പിച്ചുകൊണ്ടിരുന്നത്. ചെറുപ്പത്തിൽ ഞാൻ ഈ കറികളൊന്നും കൂട്ടില്ലായിരുന്നു. അപ്പം അമ്മയൊക്കെ പറയുമായിരുന്നു ഇതിനകത്ത് ധാരാളം സ്വർണ്ണമുണ്ട്, ഇതിൻ്റെ അംശമുണ്ട്, അത് ഉള്ളിൽ ചെന്നാൽ നല്ലതാണ്, അതുകൊണ്ട് കഴിച്ചതെന്ന് പറഞ്ഞാൽ അങ്ങനെ കഴിപ്പിക്കുമായിരുന്നു. അപ്പം ഇത് നല്ല ടേസ്റ്റുള്ളൊരു കറി കേട്ടോ. ഇനി നമ്മളിത് വേവിച്ചെടുക്കണം. ഇതെല്ലാം കൂടി വേവിച്ചെടുത്തിട്ട് തേങ്ങ അരച്ച് ചേർക്കുക. തേങ്ങ, ചുവന്നുള്ളി, കറിവേപ്പില കൂടി ഇട്ടിട്ട് തേങ്ങ അരച്ചെടുത്തുകൊണ്ട് വരാം. ഇത് ആദ്യം നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. ആദ്യം ഇലയൊക്കെ ഉള്ളത് ഇതുപോലെ കെട്ടിയിടുവാണ് നല്ലത് കേട്ടോ. അതിൻ്റെ കൂമ്പിലയാണ്, മൂത്ത ഇല എടുക്കരുത്, കൂമ്പിലയാണ് എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇതിൻ്റെ പുറത്തെ തൊലി വലിച്ച് കളയണം കേട്ടോ. നമ്മൾ മുരിങ്ങക്കോല് ചീവണ മാതിരി, മുരിങ്ങക്കോലിൻ്റെ പോലെ പുറത്തൊരു തൊലിയുണ്ട്. അപ്പം ഞാൻ ആ വിരിഞ്ഞ് വന്ന പുറകെയുള്ള ഇലയാണിത്. വിരിഞ്ഞ് വന്നത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം അതൊക്കെ വിരിഞ്ഞ് തുടങ്ങിയത് നമുക്ക് ഇതുപോലെ കെട്ടാൻ പറ്റില്ല. അതൊക്കെ ഞാൻ എന്നു വെച്ചാൽ കത്തി കൊണ്ട് അരിഞ്ഞെടുക്കുക ചെയ്ത്. അല്ലാത്തതൊക്കെ ഇത് എവിടെയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്ത് കണ്ടോ, അതെ ഇതുപോലെ ഊർത്തിയെടുക്കാൻ പറ്റും. നമ്മൾ ഒന്ന് കത്തി തൊടരുത്, കത്തി തൊടാതെ വേണം ഇത് അരിയാനായിട്ട്. കത്തി തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് മാറും. അവിടെ നമ്മൾ പീസാക്കി ഉടനെ വെള്ളത്തിലേക്ക് ഇടുക, അപ്പോൾ കളറ് മാറില്ല. പിന്നെ നമ്മൾ പീസാക്കി നമ്മുടെ കൈയുടെ കളറ് കണ്ടോ, നല്ല കറ പിടിച്ചിരിക്കണം കേട്ടോ. അതുപോലെ കറ വരും, എന്നാലും അതങ്ങ് മാറിക്കോളും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഈ കറി വേവിക്കാൻ വയ്ക്കാം. അത് ഏകദേശം വെന്ത് വരണുണ്ട്. മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഇലയൊക്കെ വെന്തിട്ടുണ്ട്, ഇത് വരണുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ അരച്ചിട്ട് വരാം കേട്ടോ. തേങ്ങ അരച്ചിട്ടുണ്ട്. ഇത് തേങ്ങ അരച്ചതാണ് കേട്ടോ. ചുവന്നുള്ളി, പിന്നെ നമ്മുടെ കറിവേപ്പിലയും തേങ്ങയും കൂടെ നന്നായിട്ട് അരച്ചെടുത്തതാണ്. അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തേങ്ങ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പം ഇത് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് കുറവാണെങ്കിൽ വെച്ചാൽ ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. ഏതായാലും നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എനിക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടമുള്ളൊരു സംഭവം. ആ ഇലയൊക്കെ നന്നായിട്ട് വെന്ത് ഇതായിട്ടുണ്ട്. തണ്ടൊക്കെ അതിനകത്തേക്ക് അങ്ങ് അലിഞ്ഞ് ചേരും കേട്ടോ. നന്നായിട്ട് ഒന്നുകൂടെ അങ്ങ് തിളച്ച് കഴിയുമ്പോൾ കുടംപുളി മസ്റ്റായിട്ട് ഇടണം. ചൊറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുളി ചേർക്കുന്നത്. പുളിയുടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ ശരിയാവുള്ളൂ. കാന്താരി മുളക് മാത്രമേ ഇടാവുള്ളൂ, വേറെ ഒരു മുളകും ഇടരുത്, മുളക് പൊടി ഇടരുത്. ഈ കളറിൽ വേണം ഇരിക്കാനായിട്ട്.
മഞ്ഞൾ പൊടി, പിന്നെ ശകലം മല്ലിപ്പൊടി വേരിനിട്ടാൽ മതി. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം, വാങ്ങി വയ്ക്കാം. ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ കറിയാണ് കേട്ടോ. നമുക്ക് മോരുകറി ഉണ്ടാക്കാൻ താള് വെച്ചിട്ട്, ഈ താള് തന്നെ വെച്ചിട്ട് മോരുകറി ഉണ്ടാക്കാം കേട്ടോ. അത് നല്ലൊരു രുചിയുള്ളത്. ഈ കർക്കിടക മാസം കഴിഞ്ഞാൽ പിന്നെ അത് കൊള്ളില്ല, അതിന് ടേസ്റ്റില്ല, പിന്നെ ചൊറിച്ചിൽ കൂടും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ സമയത്താണെങ്കിൽ നെയ്യുള്ള സമയമായതുകൊണ്ട് തന്നെ വലിയ ചൊറിച്ചിലില്ല, ചെറിയൊരു ചൊറിച്ചിലേ ഉള്ളൂ. ഒരു വിഷവും ഇല്ലാത്തൊരു കറിയാണ്. താള് യാതൊരു വിഷവും ആരും ചേർക്കണില്ലല്ലോ. നമുക്ക് ഇഷ്ടംപോലെ ഒരു ചിലവുമില്ല, നമ്മൾ അതിനകത്ത് ഒന്നും ചെയ്യാനും പോകുന്നില്ല. ഒന്നും ചെയ്യാത്ത നല്ല സൂപ്പറായിട്ട് കിട്ടുന്ന ഒരു സാധനമല്ലേ. അപ്പോൾ കറി വെച്ച് കിട്ടുന്നത് നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട്, ശരീരത്തിന് നല്ലതാണ്. കർക്കിടക മാസത്തിലെ രക്ഷാന്ന് വേണേൽ പറയാം. ഇതാണ് താള് കറി. സാധാരണ കർക്കിടക മാസത്തിലാണ് നമ്മൾ താള് കറി ഉണ്ടാക്കാറ്. ഈ താള് വെച്ചിട്ടാണ് കൂടുതലും ഉണ്ടാക്കാറ്. നമ്മൾ ചീമച്ചേമ്പ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം, അത് എപ്പോൾ വേണേലും ഉണ്ടാക്കാറ്. ഇതിലത് നടക്കുകയില്ല. ഇതിന് ഈ സമയത്താണ് നെയ്യുടെ അംശം കൂടുതലുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ കാണുന്നത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.